നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. കുട്ടനാടൻ കർഷകർക്ക് നെഞ്ചിടിപ്പിന്റെ കൊള്ളിമീനായി വർഷകാലം ശക്തമാകുന്നു. മടവീഴ്ച തുടർക്കഥ. ചമ്പക്കുളം വിയ്യപുരം പാടശേഖരങ്ങളിലായി 2 ദിവസത്തിനിടയിൽ 4 മടവീഴ്ച. മടവീഴ്ചയും കൃഷിച്ചെലവും ഓർത്ത് മീൻ കൃഷിക്കിറങ്ങി. പുളിയിളകി മീൻ ചത്തുപൊന്തുന്നു. ഒരു നെല്ലും ഒരു മീനും. മീനും ചതിച്ചു, നെല്ലും ചതിച്ചു. വിദ്യാധനം സർവധനാൽ പ്രധാനം. കണ്ടങ്കരി ദേവി വിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിന് ഹയർ സെക്കൻഡറി SSLCക്ക് 100% വിജയം. ആലപ്പുഴ ജില്ലയിൽ 3ാം സ്ഥാനം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും ശക്തിയായതോടെ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ മടവീഴ്ച തുടർക്കഥയാവുന്നു. ചമ്പക്കുളം കൃഷിഭവന്റെ കീഴിൽ വരുന്ന 300 പാടശേഖരത്ത് മട വീണു. 2 ദിവസമായി തോരാതെ പെയ്യുന്ന മഴയിൽ ചമ്പക്കുളം വിയ്യപുരം എന്നിവിടങ്ങളിലായി 4 ഇടങ്ങളിൽ മട വീണു. ഞായറാഴ്ച പുലർച്ചെയാണ് ചമ്പക്കുളം 300 പാടശേഖരത്തിൽ മട വീണത്. 30 ഏക്കർ പാടശേഖരമാണിത്. ചമ്പക്കുളം വല്ലയിൽ പടിഞ്ഞാറ് പുത്തൻവീട് തോടിന്റെ പുറംബണ്ട് തകരുകയായിരുന്നു. കുത്തൊഴുക്കിൽ തെങ്ങ് ഉൾപ്പെടെയുള്ള ഭാഗം ഒലിച്ചുപോയി. 60 ദിവസത്തോളം വളർച്ചയെത്തിയ നെൽച്ചെടികളാണ് ഇതോടെ വെള്ളത്തിലായത്. വളമിടിയിൽ ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞ പാടശേഖരമാണിത്. കഴിഞ്ഞ ദിവസം ഈ പാടശേഖരത്തിന് സമീപത്തെ ചമ്പക്കുളം കൃഷിഭവന് കീഴിൽ വരുന്ന പടച്ചാൽ പാടശേഖരത്ത് മട വീണത് KCV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉച്ചയോടുകൂടി മട ഉയർത്തിയെങ്കിലും കൊതുമ്പായ നെൽച്ചെടികൾ വെള്ളത്തിനടിയിലാണ്. ചമ്പക്കുളം കൃഷിഭവനിന്റെ പരിധിയിൽ വരുന്ന 5 വ്യക്തികൾ 350 ശേഖരമാണ് ഇപ്പോൾ മട വീണത്. ഏകദേശം 30 ഏക്കറോളം ഉണ്ട്. എപ്പോഴായിരുന്നു മട വീണത്? രാവിലെ ഒരു 7:30 കഴിഞ്ഞപ്പോൾ. ഇത് കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി പുറംബണ്ട് നിർമ്മിക്കുന്ന ലിസ്റ്റിലുള്ള പാടശേഖരം തന്നെയല്ലേ? പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടനാട് പാക്കേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ്. ഇതുകൂടാതെ വിയ്യപുരം അച്ചനാരി കുട്ടങ്കരി പാടശേഖരത്തിലെ 280 ഏക്കറിൽ 15 ദിവസത്തിനകം വിളവെടുക്കാവുന്ന കൃഷി നശിച്ചിരുന്നു. വിതച്ചിട്ട് 90 ദിവസം കഴിഞ്ഞ പാടശേഖരമായിരുന്നു ഇത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് 2ാം കൃഷിയുള്ള മറ്റ് പാടശേഖരങ്ങളും വെള്ളത്തിനടിയിലാണ്. വളർത്തു മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. കുട്ടനാട്ടിലെ മത്സ്യകൃഷിക്കാർക്കിടയിൽ ആശങ്ക. കിഴക്കൻ വെള്ളത്തിന്റെ വരവോടെ പുരയിടങ്ങളിൽ വെള്ളം കയറി പുളി ഇറങ്ങിയതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനുള്ള കാരണമെന്നാണ് അഡാക് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. കിടങ്ങറ സഹൃദയ നെൽകർഷക സംഘത്തിന്റെ മത്സ്യവളർത്തൽ നഴ്സറിയിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. കിടങ്ങറ ചെറുകാട്ടുശ്ശേരി പാടശേഖരത്തിൽ 1 നെല്ലും 1 മീനും പദ്ധതിയാണ് നടക്കുന്നത്. അതിൻ പ്രകാരം പാടശേഖരത്തേക്ക് വിടാൻ വളർത്തിയ മത്സ്യക്കുഞ്ഞുങ്ങളാണ് ചത്തുപൊന്തുന്നത്. 30 ഏക്കർ വരുന്ന പാടശേഖരത്തിലേക്കായി 90,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നഴ്സറിയിൽ വളർത്തിയിരുന്നത്. ഇവയിൽ ഭൂരിഭാഗവും ചത്തുപൊങ്ങുകയാണ്. പെയ്ത്ത് വെള്ളവും കിഴക്കൻ വെള്ളവും എത്തി വെള്ളപ്പൊക്കത്തെ തുടർന്ന് പുളിയിളകി വെള്ളം പാടശേഖരത്തിലെ നഴ്സറിയിലേക്ക് എത്തിയതാണ് ഇതിന് കാരണമെന്നാണ് അഡാക് നൽകുന്ന വിശദീകരണം. വർഷങ്ങളായി തരിച്ചു കിടന്നിരുന്ന പാടശേഖരത്തിൽ ആലപ്പുഴ പുന്നമട സ്വദേശി P. രാജു പുഞ്ചകൃഷി ഇറക്കിയെങ്കിലും വിവിധ കാരണങ്ങളാൽ കൊയ്ത്തു നടന്നിരുന്നില്ല. തുടർന്നാണ് ഇത്തവണ മത്സ്യകൃഷി ഇറക്കിയത്. V. മനോജ്, രഞ്ജു, രേവതി, സദീഭായ് എന്നിവരാണ് പാടശേഖരത്തിൽ മത്സ്യകൃഷി ഇറക്കിയത്. നെല്ലൊരു മീനും നടത്തുന്നതിന് വേണ്ടി പാടത്തിന് നിന്നാണ്. നെല്ല് വിതച്ച് ഒരു കാരണവശാലും കൊയ്യാൻ പറ്റില്ല. കാര്യം വെള്ളം പറ്റിക്കാൻ ഒരു സാധ്യതയില്ല. ഇവിടെ അശാസ്ത്രീയമായ സംവിധാനം കാരണം ഇവിടെ വെള്ളം പറ്റാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് കൃഷി കൊയ്യാൻ പറ്റാതെ പോയി. രണ്ടാമത് നടത്തിയ മീൻ കൃഷിയാണ്. മീൻ തുറന്നുവിടാൻ സമയത്തും ഭയങ്കരമായ വെള്ളപ്പൊക്കം ഉണ്ടായി. കര കവിഞ്ഞ് വെള്ളം ഒഴുകി ഉള്ള പുളി എല്ലാം കൂടെ കയറി മത്സ്യം മുഴുവൻ ചത്ത് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭീമമായ നഷ്ടം സഹിച്ചുകൊണ്ട് ഇപ്പോൾ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ. 90,000 മത്സ്യക്കുഞ്ഞുങ്ങളായിട്ടാണ്. ഒരു കുഴപ്പവും വരാതെ വളരെ കൃത്യമായി സംരക്ഷിച്ച് ഈ വല നെറ്റെല്ലാം കണ്ടറിയാം. വളരെ കൃത്യമായി നോക്കി സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞുങ്ങൾ പോലും പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് മുഴുവൻ ചത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടങ്കരിക്കാവ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. നിർധനരായ വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം നേടിയവർക്കും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. കണ്ടങ്കരി ദേവി വിലാസം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. 1 മുതൽ 10 വരെ ക്ലാസുകളിൽ ഉയർന്ന മാർക്ക് നേടിയവർക്കും സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ 3ാം സ്ഥാനത്തുള്ള സ്കൂളാണിത്. ഇത്തവണ ഹയർ സെക്കൻഡറിക്കുള്ള അനുമതിയും സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. A+ നേടിയ അപർണ, ആതുര രാജു, ഗോപിക ദാസ്, അഞ്ജലി എം പിള്ള, ആര്യ ഗോപകുമാർ എന്നിവർക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും ദേവസ്വം ഭാരവാഹികൾ വിതരണം ചെയ്തു.
ദേവസ്വം പ്രസിഡന്റ് ആർ തുളസീദാസ് അധ്യക്ഷനായി. ട്രഷറർ സുധീന്ദ്രൻ നായർ, സെക്രട്ടറി വിജയമോഹൻ നായർ, സ്കൂൾ മാനേജർ സന്തോഷ് കുമാർ, രാമചന്ദ്രൻ നായർ, ദിനേശൻ, ശിവപ്രസാദ്, ബാലകൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു. ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി അനുവദിച്ചെന്ന് ഇവരെല്ലാവരും പറഞ്ഞിരിക്കും. ദേവീനാമത്തിൽ നമുക്ക് ഗവൺമെന്റിനോട് ആദ്യം സ്വാഗതാശംസിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഈ കഴിഞ്ഞ 2013-2014 SLC പരീക്ഷയിൽ 100% വിജയം നേടുക എന്നുള്ളത് ഏറ്റവും വലിയ അത്യാവശ്യമാണ്. അതിൽ 5 വിദ്യാർത്ഥിക്ക് A+ഉം ബാക്കി 13 പേർക്ക് നല്ല ഗ്രേഡോട് കൂടിയാണ് അവർ വിജയിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ 3ാം സ്ഥാനമാണ് നമ്മുടെ സ്കൂളിൽ നിന്നുള്ളത്. അപ്പോൾ നമ്മുടെ ദേവിയുടെ നാമത്തിൽ ഇതൊക്കെ വളരെ അല്ലെങ്കിൽ നമ്മുടെ വികസനങ്ങൾ, ദേവസ്വത്തിന്റെ വികസനങ്ങളുടെ ഒരു പുരോഗതിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജലോത്സവ വാർത്തകൾ. വഞ്ചിപ്പാട്ടിന്റെ പെരുമയിൽ കിടങ്ങറ വഞ്ചിപ്പാട്ട് സംഘം. കുട്ടനാടൻ ശൈലിയും വെച്ചുപാട്ടും വഴങ്ങുന്ന ഈ സംഘം വാരിക്കൂട്ടിയ സമ്മാനങ്ങളുടെ വള്ളപ്പാടിനടുത്ത് വരില്ല ആരും. ശ്രീരാമദേവൻ ശ്രീരാമദേവൻ കൊല്ല ചെയ്തോരനന്തരം CJ ആന്ത്രയോസ് ക്യാപ്റ്റനായ വഞ്ചിപ്പാട്ട് സംഘം സഹായി പ്രസിഡന്റ് കെ മോഹൻലാലിന്റെ കരുത്തുറ്റ പിന്തുണ. വഞ്ചിപ്പാട്ടിന്റെ താളപ്പെരുമയും കുട്ടനാടൻ വെച്ചുപാട്ടും വഴങ്ങുന്ന വായ്ത്താരിയും ഒക്കുമ്പോൾ ഇവരെ വെല്ലാൻ പാടിത്തോപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇടിത്താളത്തിനും ചേമ്പില കിലുക്കത്തിനുമൊപ്പം വഞ്ചിപ്പാട്ട് ഉയരുമ്പോൾ ആർപ്പോയിറോ വിളിക്കാത്തവരാരുണ്ട്? ജലോത്സവ പ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്നതിൽ വഞ്ചിപ്പാട്ടിനുള്ള സ്ഥാനം ചെറുതല്ല. നെഹ്റു ട്രോഫി, കായംകുളം, കോട്ടയം, നീരേറ്റുപുറം, പുളിങ്കുന്ന്, കൊല്ലാട് തുടങ്ങി ഇവർ കിരീടം നേടാത്ത വഞ്ചിപ്പാട്ട് അരങ്ങുകളില്ല. എന്നാൽ വള്ളംകളി സംഘാടക സമിതികൾ വഞ്ചിപ്പാട്ടിന് അർഹിക്കുന്ന പ്രാധാന്യം നൽകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. സാമ്പത്തിക സഹായം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഈ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ, ഈ സർക്കാരാണേലും കഴിഞ്ഞ സർക്കാരാണേലും സ്കൂളുകളിൽ പാഠ്യ പദ്ധതിയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ കലോത്സവങ്ങളിൽ വഞ്ചിപ്പാട്ട് നടത്തുന്നുണ്ട്. പക്ഷേ അത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പോൾ നമ്മുടെ അറിവിൽ പറയുകയാണെങ്കിൽ വടക്കൻ ജില്ലകളിൽ കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ സ്കൂളുകളിലൊക്കെ സ്കൂൾ കലോത്സവങ്ങളിലെ വഞ്ചിപ്പാട്ട് കുട്ടനാട്ടിൽ നിന്നും പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ നിന്നൊക്കെയാണ് ആളുകൾ വഞ്ചിപ്പാട്ട് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനാവശ്യമായിട്ടുള്ള പരിഗണന ഗവൺമെന്റിന്റെ ഭാഗത്തും ഉണ്ടാകുന്നില്ല, വഞ്ചിപ്പാട്ട് സംഘത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല. വള്ളംകളി പ്രേമികളായിട്ടുള്ള ആളുകളും അതിനുവേണ്ടിയുള്ള പരിഗണന നൽകുന്നില്ല. 21ാമത് രാജീവ് ഗാന്ധി ട്രോഫി ജലമേളയുടെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നതായി സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ ബോസ് മങ്കൊമ്പിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലമേളയുടെ നടത്തിപ്പിനായി 251 അംഗ സമിതിയെ രൂപീകരിച്ചു. വഞ്ചിപ്പാട്ട് മത്സരം, ഉപന്യാസം, തിരുവാതിര, കുട്ടികൾക്കായുള്ള നീന്തൽ മത്സരം, തുഴച്ചിൽ മത്സരം എന്നിവ ജലോത്സവത്തോടനുബന്ധിച്ച് നടത്തുമെന്നും അനിൽ ബോസ് പറഞ്ഞു. 21ാമത് രാജീവ് ഗാന്ധി ട്രോഫി ജലമേള വരുന്ന സെപ്റ്റംബർ മാസം 27-ാം തീയതി 2 മണിക്ക് പുളിങ്കുന്ന് പമ്പയാറ്റിൽ നടക്കുകയാണ്. ജലോത്സവത്തിന്റെ നടത്തിപ്പിനായി ഇന്ന് 251 പേരടങ്ങുന്ന സ്വാഗത സംഘത്തിന് സംഘാടക സമിതി രൂപം നൽകിയിട്ടുണ്ട്. സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ എന്ന നിലയിൽ ഞാനും മുഖ്യ രക്ഷാധികാരിയായി ശ്രീ അലക്സ് മാത്യുവും ജനറൽ കൺവീനറായി തങ്കച്ചൻ കാനാച്ചേരിയും അടങ്ങുന്ന സമിതിയാണ് ജലോത്സവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വൈസ് ചെയർമാൻമാർ, കൺവീനർമാർ, വിവിധ സബ് കമ്മിറ്റികളുടെ ഭാരവാഹികൾ എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടി ഓഗസ്റ്റ് മാസം 16-ാം തീയതി ശനിയാഴ്ച
വള്ളംകളി കമ്മിറ്റിയുടെ സ്വാഗത സംഘം ഓഫീസായ വടക്കേങ്ങാടി ബാങ്കിൽ സംഘാടക സമിതിയുടെ ജനറൽ ബോഡി യോഗം ചേരുന്നതാണ്. സാംസ്കാരിക ഘോഷയാത്രയും സമ്മേളനവും, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ തുഴച്ചിൽ മത്സരം, നീന്തൽ മത്സരം അടക്കം വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഇത്തവണത്തെ ജലമേളയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കനോയും കയാക്കിങ്ങും ഡ്രാഗൺ ബോട്ടിങ്ങും അതോടൊപ്പം തന്നെ സ്കീയിങ്ങും വാട്ടർ പോളോയും അടക്കമുള്ള ഐറ്റങ്ങളും ഇത്തവണത്തെ രാജീവ് ഗാന്ധി ട്രോഫി ജലമേളയുടെ പ്രത്യേകതയാണ്. നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആലപ്പുഴയിലെ ടൂറിസം മേഖലയ്ക്കും പുത്തനുണർവ്. മഴക്കാല ടൂറിസത്തിന്റെ മടുപ്പിന് വിരാമമിട്ട് ജില്ലയിലേക്ക് വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക്. നെഹ്റു ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ച് വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾ കിഴക്കിന്റെ വെനീസിലേക്ക് ഒഴുകിത്തുടങ്ങി. സാധാരണയായി മെയ്, ജൂൺ, ജൂലൈ മാസങ്ങൾ ആലപ്പുഴ ജില്ലയിലെ ഹൌസ് ബോട്ട് മേഖലയുടെയും മറ്റ് അനുബന്ധ ടൂറിസം മേഖലകളുടെയും വറുതിയുടെ കാലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ നെഹ്റു ട്രോഫി ജലോത്സവം പടിവാതിക്കൽ എത്തിയതോടെ ഒരിടവേളയ്ക്ക് ശേഷം ആലപ്പുഴയിലെ ടൂറിസം മേഖല സജീവമായിരിക്കുകയാണ്. ഓഫ് സീസണിൽ ടൂറിസം മേഖലയെ ഒരു പരിധിവരെയെങ്കിലും താങ്ങി നിർത്തുന്നത് ആഭ്യന്തര വിനോദസഞ്ചാരികളാണ്. ഇതിൽ അധികവും എത്തുന്നതാവട്ടെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അതേസമയം വിനോദസഞ്ചാരികളുടെ പക്കൽ നിന്നും ഹൌസ് ബോട്ടിന് അമിത വാടക വാങ്ങുന്നതായും ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. അമിത വാടകയ്ക്കു കാരണം ഹൌസ് ബോട്ട് ടൂറിസം മേഖലയിലെ ഇടനിലക്കാരാണെന്ന് ഈ മേഖലയിലെ തൊഴിലാളികൾ തന്നെ അഭിപ്രായപ്പെടുന്നു. സാധാരണയായി ഒക്ടോബർ മാസത്തോടെയാണ് കേരളത്തിലെ ടൂറിസം മേഖല സജീവമാകാറ്. എന്നാൽ ആലപ്പുഴയിലെ ടൂറിസം മേഖല ആഗസ്റ്റ് ആദ്യവാരത്തോടെ തന്നെ സജീവമാകും. ഈ സീസണിലെ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണം നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള ജലമേളകൾ തന്നെയാണ്. ആഗസ്റ്റ് ആദ്യവാരം തന്നെയുള്ള വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക് ടൂറിസം വകുപ്പിന് നല്ല പ്രതീക്ഷകളാണ് നൽകുന്നത്. ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ മാത്രം 50,000-ഓളം വിനോദസഞ്ചാരികൾ ആലപ്പുഴയിൽ എത്തുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ കണക്കുകൂട്ടൽ. 2013 2,25,61 ആഭ്യന്തര വിനോദസഞ്ചാരികളും 55,364 വിദേശ സഞ്ചാരികളും എത്തിയതായിട്ടാണ് ടൂറിസം വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV. ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കുമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ ജനറൽ സെക്രട്ടറി നൈനാൻ തോമസ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന എല്ലാവർക്കും APL, BPL നോക്കാതെ സൌജന്യ റേഷൻ വിതരണം ചെയ്യണമെന്നും നൈനാൻ തോമസ് വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്,
അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. മഴക്കെടുതിയിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. 2 ദിവസമായി പെയ്യുന്ന മഴയെ തുടർന്ന് കുട്ടനാടൻ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളെല്ലാം ഇതിനോടകം തന്നെ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. വെളിയനാട്, മുട്ടാർ, കാവാലം, പള്ളിക്കുട്ടുമ, ചതുർത്ഥ്യാഗിരി, വികാസ് മാർഗ് തുടങ്ങിയ ഇടറോഡുകളെല്ലാം വെള്ളത്തിലാണ്. റോഡ് മുഴുവൻ വെള്ളം, മലക്കച്ചിറ ആ ഭാഗം മുഴുവൻ, മാമ്പഴക്കരി അപ്പുറം എല്ലാം വഴി വെള്ളം കയറി കിടക്കുക. വണ്ടി പോകാൻ വലിയ പാടാണ്. വണ്ടിക്ക് കട്ടയിലൊക്കെ വെള്ളം കയറുക. വണ്ടി വർക്ക്ഷോപ്പിൽ ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ വണ്ടി വർക്ക്ഷോപ്പിൽ കയറിട്ട് വരും. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ പൂവം, മാമ്പുഴക്കരി, പള്ളിക്കുട്ടുമ തുടങ്ങിയ ഭാഗങ്ങളിലും വെള്ളം കയറി. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തി പ്രാപിക്കുന്നതിനാൽ ജലനിരപ്പ് ഇനിയും ഉയരാനാണ് സാധ്യത. മുട്ടാർ പ്രദേശം പൂർണ്ണമായും വെള്ളത്തിനടിയിലായതിനെ തുടർന്ന് ഇതുവഴിയുള്ള KSRTC ബസ് സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. തലവടി, തകഴി, എടത്വ, വിയപുരം തുടങ്ങിയ പ്രദേശങ്ങളിലെ എല്ലാ വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ്. AC റോഡില് വെള്ളം കയറുന്ന പല ഭാഗമുണ്ടെങ്കിലും അതിൽ ഏറ്റവും ശാപം പിടിച്ചൊരു സ്ഥലമാണിത്. KCP പണി കഴിഞ്ഞ് പോയതിന്റെ പിറ്റേ ദിവസം മഴ പെയ്ത് വെള്ളം ഇവിടെ കുളം പോലെ കെട്ടിരിക്കുക. പണിയുടെ ഓരോ ഘട്ടത്തിലും ഇതിന്റെ ലെവലെടുത്ത് പോയതാണ്. ഉദ്യോഗസ്ഥന്മാർ പലരും വന്ന് കണ്ടു, MLA വന്ന് കണ്ടിട്ടു, അദ്ദേഹം കടലാസൊക്കെ കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തു. പക്ഷേ ഇത് KSTPയുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് PWDക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് വാഹനാപകടത്തിന് കാരണമാകുന്നുണ്ട്. പരിസരത്ത് താമസിക്കുന്ന വീടുകൾ മുഴുവൻ വെള്ളം തെറിച്ച് മലിനമാകുന്നുണ്ട്. ഇത്രയും ടെക്നോളജിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലോ ഉദ്യോഗസ്ഥന്മാരുടെ യാതൊരു ടെക്നിക്കും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അത് ജനങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ പത്രം ഭാഗം റേസ് ചെയ്യണം, ഉയർത്തിയാൽ മാത്രമേ ഇവിടുത്തെ ശാപം തീരത്തുള്ളൂ. കുട്ടനാട്ടിൽ രണ്ടാം കൃഷി ഇറക്കിയ പാടങ്ങളിൽ 4ഓളം പാടങ്ങൾ മടവീഴുകയും ബാക്കിയുള്ളവ മടവീഴ്ച ഭീഷണി നേരിടുകയുമാണ്. ഒരു നെല്ലും മീനും പദ്ധതി പ്രകാരം മീൻ കൃഷി ചെയ്യുന്ന പല പാടശേഖരങ്ങളിലെയും മത്സ്യങ്ങൾ പാടങ്ങൾ കരകവിഞ്ഞതിനെ തുടർന്ന് തോടുകളിലേക്കും പൊതുജലാശയങ്ങളിലേക്കും ചാടുകയാണ്. അമ്പലപ്പുഴ, ചേർത്തല, മാവേലിക്കര, തുറവൂർ തുടങ്ങിയ താലൂക്കുകളിലും കാറ്റിലും മഴയിലും നിരവധി നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV. കുട്ടനാട് ലയൺസ് ക്ലബ്ബ് കുട്ടനാടിനാകെ മാതൃകയെന്ന് PC സനൽകുമാർ IAS പറഞ്ഞു. കനിവ് 2014 പോലെയുള്ള പദ്ധതികൾ പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാട് ലയൺസ് ക്ലബ്ബിന്റെ നിലവിലെ ഭാരവാഹികളെ തന്നെ വീണ്ടും തെരഞ്ഞെടുത്തത് ഇതിനാലാവാമെന്നും PC സനൽകുമാർ പറഞ്ഞു. ലയൺസ് ക്ലബ്ബിന്റെ 2014-2015 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ 38 വർഷം സർക്കാർ സർവീസിലുണ്ടായിരുന്നു. ഇതിനിടയിൽ IAS 16 വർഷം ഉണ്ടായിരുന്നു. ആദ്യം 2 പ്രാവശ്യം എനിക്ക് കളക്ടറാകാൻ ഭാഗ്യം ലഭിച്ചു. 2003-4 കാസർഗോഡ്, 2008 പത്തനംതിട്ടയിൽ ഞാൻ കളക്ടറായി. YSMJF ലയൺസ് ജോയി തോമസ് ഇൻസുലേഷൻ സെറിമണി നടത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2014-15 തുടരുന്ന പ്രസിഡന്റായ അഡ്വക്കേറ്റ് ഷിബു മണല അധ്യക്ഷനായി. MJ കുഞ്ചപ്പൻ മുണ്ടയ്ക്കൽ സെക്രട്ടറിയായും ജോസഫ് മാത്യു ട്രഷററായും തുടരും. ചെങ്ങന്നൂർ ലയൺസ് പ്രതിനിധി വേണുകുമാർ, ജേക്കബ് കുര്യൻ മുല്ലശ്ശേരി, ജോപ്പൻ ജോയി വാരിക്കാട്, ബിജു പാലത്തിങ്കൽ, ബിജു 45, ജേക്കബ് സാൻഡൽ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീയുടെ 16ാം വാർഷികവും മാധ്യമ സെമിനാറും സംഘടിപ്പിച്ചു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടന്ന മാധ്യമ സെമിനാർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജാങ്സൺ ആറാട്ടോളം ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും വളരെ പേരെടുത്തു നിൽക്കുന്ന കാലമാണിപ്പോൾ. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നന്നായി, വളരെ ആലോചനാപൂർവം പ്ലാൻ ചെയ്ത് സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടാകത്തക്ക വിധത്തിൽ ഇപ്പോൾ 16ാം വർഷത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ കടക്കുകയാണ്. ഈ 16ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഈ കുടുംബശ്രീ രൂപപ്പെട്ടതിന് മുമ്പുള്ള അതിൻ്റെ ഒരു പ്രവർത്തനം ഇപ്പോൾ ഓർക്കുകയാണ്. 20 വർഷം മുമ്പാണ് ഞാനത് അന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത് ആലപ്പുഴയിൽ പൂന്തോപ്പ് വാർഡില്. കുടുംബശ്രീ അഡീഷണൽ ജില്ലാ കോർഡിനേറ്റർ സുജ ഈപ്പൻ അധ്യക്ഷയായി. സെമിനാറിൽ CDSലെ ചെയർപേഴ്സൺമാർ അനുഭവങ്ങൾ പങ്കുവച്ചു.
ഈ മാസം 5 മുതൽ 7 വരെ ആലപ്പുഴ മുനിസിപ്പൽ ടൌൺ ഹാളിലാണ് ഈ വർഷത്തെ വാർഷികാഘോഷങ്ങൾ നടക്കുക. മൂർത്തിനട ക്ഷേത്രം മുതൽ കളത്തിൽ പാലം വരെയുള്ള റോഡ് യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം. റോഡ് നിർമ്മാണത്തിന് പണം അനുവദിച്ചെങ്കിലും കോൺട്രാക്ടറുടെ അനാസ്ഥയെ തുടർന്ന് നിർമ്മാണം നടക്കുന്നില്ല. കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ സ്വയം വെട്ടിനിർമ്മിച്ച റോഡിന്റെ അവസ്ഥയാണിത്. ഈ റോഡിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്താൽ നടുവുളുക്കാതെയോ മറ്റൊരാളുടെ സഹായമില്ലാതെയോ വാഹനത്തിൽ നിന്നും ഇറങ്ങാൻ സാധിക്കില്ല. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ഇടപെട്ട് റോഡ് നിർമ്മാണത്തിന് തുക അനുവദിച്ചിരുന്നു. എന്നാൽ റോഡ് നിർമ്മാണത്തിന്റെ കരാർ ഏറ്റെടുത്ത ശേഷം കോൺട്രാക്ടർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. MP-യുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരവുമായിട്ട് പല പ്രാവശ്യം ബന്ധപ്പെട്ട് ഈ റോഡിന്റെ ടെൻഡർ നടത്തിക്കുകയും ആ ടെൻഡറുകാരൻ ലേലം കൊണ്ടിട്ട് ഇതേവരെ ഈ റോഡിന് വേണ്ടി ഒന്നും ചെയ്യുകയോ ഇങ്ങോട്ട് അന്വേഷിക്കാൻ വരികയോ ചെയ്തിട്ടില്ല. 100 സ്കൂൾ കുട്ടികൾ നിരന്തരം പോകുന്ന ഒരു ഓട്ടോ റോഡായിട്ട് ഇപ്പോഴും ഇത് കിടക്കുകയാണ്. ഓട്ടോയ്ക്ക് പോലും ഇപ്പം പോകാൻ പാടില്ലാത്ത മാർഗത്തിൽ ആയിരിക്കുകയാണ് റോഡ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ബന്ധപ്പെട്ട് ഈ റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. റോഡ് നിർമ്മാണത്തെക്കുറിച്ച് കോൺട്രാക്ടറോട് ചോദിച്ചാൽ ഫണ്ടില്ലെന്ന് പറഞ്ഞ് തടി തപ്പുകയാണ്. നിലവിലെ 2 മീറ്റർ റോഡിന് സമാന്തരമായി 8 മീറ്റർ വീതിയിലാണ് പുതിയ റോഡിന്റെ മാതൃക. റോഡ് നിർമ്മാണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. കോൺട്രാക്ടർ 1500 മീറ്ററോളം ഉദ്ഘാടനം ചെയ്യുന്നുവെന്നും പറഞ്ഞാണ് ആദ്യം ഇതിന്റെ ഒരു പൊടി പൊക്കലൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ എന്നാൽ പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി റോഡും ഇല്ല, വഴിയില്ലാത്തൊരവസ്ഥയാണ്. കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികൾ, സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും പഠിക്കാൻ പോകുന്ന ഒരു ഏക വഴിയാണിത്. അപ്പം ഒരു 3-4 കായലുകളിൽ ആൾക്കാർ ജോലിക്ക് പോവുകയും കൃഷിക്കാരും കർഷക തൊഴിലാളികളൊക്കെ തിങ്ങി നിറഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു കാരണവശാലും ഈ കുന്നുമ്മ 12-13 വാർഡിൽ പടിഞ്ഞാറ ഭാഗത്ത് അധികാരികൾ ഉപേക്ഷിക്കപ്പെട്ട മട്ടിലാണ് ഈ വഴി, ഈ പ്രദേശങ്ങളെല്ലാം. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് അവരുടെ ശ്രദ്ധ പതിപ്പിച്ച് ഈ വഴി പൂർണ്ണമായും നിർമ്മിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തണം. സരോജിനി ദാമോദർ ഫൌണ്ടേഷന്റെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാര വിതരണവും സുവനീർ പ്രകാശനവും അക്ഷയ കുടുംബ സംഗമവും നടന്നു. ആലപ്പുഴ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയും വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാര വിതരണവും KC വേണുഗോപാൽ MP നിർവഹിച്ചു. ഇവിടെ നിന്ന് വന്നിരിക്കുന്ന കുട്ടികൾ എനിക്കറിയാം, അവരെല്ലാം ഒരു ക്രീമുകളായിരിക്കും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഭാവിയിൽ ഇവിടെ സുധാകരൻ സൂചിപ്പിച്ചതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു വരി പോലും ഞാൻ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം 100% യോജിക്കുകയാണ്. നമ്മൾ മാതാപിതാക്കന്മാരാണ് ഇപ്പോൾ കുട്ടികളെ വഷളാക്കുന്നതിൽ ഒരു പരിധിവരെ പങ്കുവഹിക്കുന്നത്. രാവിലെ 5 മണി മുതൽ 7 മണി വരെ ട്യൂഷൻ, അത് കഴിഞ്ഞ് 7 മുതൽ 8 മണി വരെ ട്യൂഷൻ. കുറച്ചൊന്നും കാണുന്നില്ല. പക്ഷെ ഒരു ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കുട്ടി വാങ്ങിക്കുന്ന പലപ്പോഴും 25,000-30,000 ജോലി കിട്ടാനില്ല. അവർക്ക് ഇവിടെ ആവശ്യം സാച്ചുറേഷൻ ആയി കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഏത് ജോലിയാ മോശം? ടീച്ചർ മോശമാണ്, അഡ്വക്കേറ്റ് മോശമാണ്. നമ്മൾ എടുക്കുന്നതിന്റെ ഒരു പെർഫെക്ഷൻ. ഇപ്പം ചിലർ പറയും സയൻസ് സബ്ജക്റ്റ് ആണ് നല്ലത്, മാത്തമാറ്റിക്സ് ആണ്. ഞാൻ മാത്തമാറ്റിക്സ് പഠിച്ച ആളാണ്. സോഷ്യോളജിക്ക് ഇമ്പോർട്ടൻസ് ഇല്ലേ, എക്കണോമിക്സിനില്ലേ, ലിറ്ററേച്ചറിനില്ലേ? കുമാരി ഷിബുലാൽ അധ്യക്ഷയായി. സുവനീർ പ്രകാശനവും റാങ്ക് ജേതാക്കൾക്കുള്ള പുരസ്കാര വിതരണവും G. സുധാകരൻ MLA-യും നിർവഹിച്ചു. SD ഷിബുലാൽ, പ്രൊഫസർ S. രാമാനന്ദൻ, KN നാഗേന്ദ്രപ്രസാദ്, KR ചിഞ്ചുമൽ തുടങ്ങിയവർ സംസാരിച്ചു. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ ADS വാർഷികവും പൊതുസമ്മേളനവും കയൽപ്പുറം സെന്റ് ജോസഫ് UP സ്കൂളിൽ നടന്നു. വാർഡ് മെമ്പർ ജോമോളിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പുളുങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജേഷ് മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങൾ അവരുടെ ന്യായമായ കാര്യങ്ങൾ ചോദിച്ചെന്ന് വരാം, അല്ലെങ്കിൽ രേഖകൾ ആവശ്യപ്പെട്ടെന്ന് വരാം. അങ്ങനെ അത് ആവശ്യപ്പെടുമ്പോഴത്തേക്ക് നൽകുവാനും അതുപോലെ തന്നെ അതിന്റെ രേഖകൾ ഉത്തരവാദിത്തപ്പെട്ട സമയത്ത് അത് കാണിക്കുവാനുള്ള ബാധ്യത കൂടി ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്കുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ അത് വിസ്മരിക്കരുത്. പഞ്ചായത്ത് ADS ചെയർപേഴ്സൺ ഷൈനി സെബാസ്റ്റ്യൻ മുഖ്യ പ്രഭാഷണം നടത്തി.
ബ്ലോക്ക് മെമ്പർ മിനി ജേക്കബ്, സുജാത രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചരമവാർത്തകൾ. തലവടി മാളിയേക്കൽ കൃഷ്ണൻ നായർ PK നിര്യാതനായി. സംസ്കാരം തിങ്കളാഴ്ച 12-ന് കൊച്ചമ്പനം കറുകപ്പറമ്പ് വീട്ടുവളപ്പിൽ. തെക്കേക്കര ചെറുപുരക്കൽ ഏഴുകാട്ടിൽ കൊട്ടാരത്തിൽ AT ജോൺ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കുട്ടനാടൻ കർഷകർക്ക് നെഞ്ചടിപ്പിന്റെ കൊള്ളിമീനായി വർഷകാലം ശക്തമാകുന്നു. മടവീഴ്ച തുടർക്കഥ. ചമ്പക്കുളം വിയ്യപുരം പാടശേഖരങ്ങളിലായി 2 ദിവസത്തിനിടയിൽ 4 മടവീഴ്ച. മടവീഴ്ചയും കൃഷിച്ചെലവും ഓർത്ത് മീൻ കൃഷിക്കിറങ്ങി. പുളിയിളകി മീൻ ചത്തുപൊന്തുന്നു. ഒരു നെല്ലും ഒരു മീനും. മീനും ചതിച്ചു, നെല്ലും ചതിച്ചു. വിദ്യാധനം സർവധനാൽ പ്രധാനം. കണ്ടങ്കരി ദേവി വിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിന് ഹയർ സെക്കൻഡറി SSLCക്ക് 100% വിജയം. ആലപ്പുഴ ജില്ലയിൽ 3ാം സ്ഥാനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.